വിത്ത് അനദർ കപ്പ് ഓഫ് ടീ. സോ ഇന്നും കുറച്ച് ഏർലിയാണ്. ഇപ്പം സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. ഐ എം ഗോയിങ് ഫോർ അനദർ ട്രിപ്പ് വിത്ത് എക്സ്പ്ലോറർ ആൻഡ് Trip.Mallus. വെരി എക്സൈറ്റഡ്. പോയി നോക്കാം. ഇന്ന് പോകുന്നത് വാലി ഓഫ് റോക്സിലേക്കാണ്. സച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു ജീൻസ് ബിക്കോസ് ഒരു കംഫർട്ട് ഡ്രസ്സ് വേണം. പിന്നെ ഞാൻ വെതർ ചെക്ക് ചെയ്തപ്പോൾ അവിടെ 22 ഒക്കെ ഉള്ളൂ. സോ ചിലപ്പോൾ തണുക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ട് സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി. ട്രെയിൻ പിടിക്കണം. കിങ് ക്രോസ് എന്നാണ് സ്റ്റാർട്ടിങ്. സോ അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു സൂര്യനുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ റോഡിൽ. ഞാനും എൻ്റെ സ്വന്തം റോഡും പിന്നെ എൻ്റെ ചായ. അങ്ങനെ ഞാൻ കിങ് ക്രോസ് സ്റ്റേഷനിലെത്തി. ഇനി കോച്ചിൻ്റെ അടുത്തേക്ക് പോകണം. ലണ്ടൻ കിങ് ക്രോസിൽ നിന്ന് ആരംഭിച്ച് ഞങ്ങളുടെ യാത്ര അറൗണ്ട് 5 hours നീണ്ടു നിന്നൊരു ലോങ് ജേർണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അതായിരുന്നു വാലി ഓഫ് റോക്സ്. ഇതൊരു മാജിക്കൽ പ്ലേസ് തന്നെ ആയിരുന്നു. കാരണം ഒരു സൈഡ് മൊത്തം കടലും, ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന കടലും ആകാശവും, ആൻഡ് അതർ സൈഡിൽ നല്ല ഗ്രീൻ വാലീസും മൗണ്ടനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അതിമനോഹരമായ സ്ഥലം. നമുക്ക് ഹൈക്ക് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടായിരുന്നു. പിന്നെ സൈക്ലിംഗ് അത്ര അഡ്വൈസബിൾ അല്ല, ബിക്കോസ് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള നാരോ ആയിട്ടുള്ള വഴികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം പിന്നെ നമുക്ക് നമ്മുടേതായ ഫ്രീഡം ആണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം, നടക്കാം, ഓടാം, ചാടാം, വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു ദെയർ. അങ്ങനെ കുറേ നമ്മൾ ഒരു വലിയ ടീം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്പ്ലിറ്റായി എല്ലാവരും അവരവരുടെ കംഫർട്ട് അനുസരിച്ച് അങ്ങോട്ട് പോയി. കുറേ പേര് മലയുടെ മുകളിൽ കയറി. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് പയ്യെ ആണ് ഓരോ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയത്. ഇത് പറയാൻ എന്താ പറയുക, ഇപ്പോൾ Trip.Mallus ആൻഡ് എക്സ്പ്ലോറർ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതുകൊണ്ട് പോകാൻ പറ്റി. അല്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണുന്ന യാതൊരുവിധ ചാൻസും ഇല്ല. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. ആൻഡ് ദ ടീമും വാസ് അമേസിങ്. ഒരു സൈഡ് ഫുള്ള് green mountains and the other side full of sea. So what a view. It's actually paradise. Wow. നമ്മുടെ കൂടെ വന്നൊരു കാട്ടുവഴി. പിൻ ഡ്രോപ്പ് സൈലൻസ്. ബാക്കിൽ ആൾക്കാർ 2-3 പേരുണ്ട്. അതല്ലാതെ ശരിക്കും മരങ്ങളുടെയും കാറ്റിൻ്റെയും കുഞ്ഞു കിളികളുടെയും ശബ്ദമല്ലാതെ ഒന്നുമില്ല. ഈ ടൈം ലൈക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. വൈകുന്നേരം ആണെങ്കിൽ പേടിക്കണം. ഇങ്ങനെ പ്രസിഡന്റ് ഉണ്ട് ഈ ഭാഗത്ത്. സ്വർഗത്തിലെത്തി നമ്മൾ. ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. സോ അത്യാവശ്യം ഡീസൻ്റ് എമൗണ്ട് ഓഫ് വീടുകളൊക്കെ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇവിടെ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ലിവ് ഇൻ ദിസ് ഏരിയ. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ കോട്ടേജുകൾ, ഹോട്ടൽസ്, റൂം സ്റ്റേസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്.
Good.